5 മണിക്ക് അമ്മ ദേ ചേച്ചിയുടെ അടുത്തേക്ക് പോവാട്ടോ. എന്നോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ തന്നിട്ടാട്ടോ പോണത്. 5 മണിക്ക് അമ്മ പോയി കഴിഞ്ഞപ്പോ ഞാൻ പിന്നെയും കിടന്ന് ഉറങ്ങിയിട്ട് 8 മണിയായപ്പോഴാട്ടാ എഴുന്നേറ്റത്. അച്ഛനാണെന്നുണ്ടെങ്കിൽ നേരത്തെ പോയിട്ടുണ്ടായിരുന്നുട്ടാ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, നേരെ ചൂലെടുത്തിട്ട് മുറ്റത്തേക്ക് പോയിട്ടാ മുറ്റടിക്കാൻ വേണ്ടിയിട്ട്. അമ്മ പോകുമ്പോഴേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഡലിക്കുള്ള മാവാക്കി വെച്ചിട്ടുണ്ട്, നീ ഉണ്ടാക്കിയാൽ മാത്രം മതിയെന്ന് കേട്ടോ. ഇഡലി ഉണ്ടാക്കാനായിട്ട് എല്ലാം അടുപ്പത്തേക്ക് വെച്ച് സെറ്റ് ആക്കി, പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ടായിട്ടോ. എനിക്ക് ഉണ്ടാക്കാൻ അറിയാണ്ടാണോ അതോ മാവിന്റെ കുഴപ്പമാണോ എന്താണെന്നറിയില്ല, എനിക്ക് ഇഡലി അങ്ങോട്ട് സെറ്റ് ആയില്ല കേട്ടോ. ഞാൻ ആ പ്ലാൻ എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ മാവ് കൊണ്ട് തന്നെ ദോശ അങ്ങോട്ട് ചുട്ടെടുത്തിട്ടാ അത് റെഡി ആയിട്ടാ. ദോശയുടെ കൂടെ കഴിക്കാൻ ഞാൻ ഒരു ചട്നി അങ്ങോട്ട് ഉണ്ടാക്കിട്ടോ. പിന്നെ ഞാൻ ഞങ്ങളുടെ പോത്തിന് വെള്ളം കൊടുക്കാനായിട്ട് പോയിട്ടാ 2 ബക്കറ്റ് വെള്ളം കുടിച്ചിട്ടോ. അത് വേറൊരു പോത്തുന്നില്ല എവിടുന്ന് അഴിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവൻ കുടിക്കണ കണ്ടപ്പോ ഞാൻ അതിനും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേ. പക്ഷെ അതിന് വെള്ളമൊന്നും വേണ്ടാണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. വെള്ളം കൊടുത്ത് വരണ എന്നെ കണ്ടപ്പോ ഒരാളെ ഡാൻസും കളിച്ച് എന്റെ അടുത്തേക്ക് ഓടി വരാട്ടെ എന്റെ അവസാനു. പിന്നെ ഈ ഒരു പൂച്ചനെ അങ്ങോട്ട് ഓടിച്ച് കളിക്കായിരുന്നു കേട്ടോ അവൻ. എനിക്ക് കുറച്ച് പണികളൊക്കെ ഉള്ള കാരണം ഞാൻ അവനോട് ടാറ്റയാൻ പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.